പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ബാക്ക്ലാഷ് 2024 ബ്ലഡ് ലൈനിലേക്ക് പുതുതായി ജോയിൻ ചെയ്തിട്ടുള്ള മെമ്പർ ആരാണ്, എന്താണ് ബാക്ക്ലാഷ് 2024 ബ്ലഡ് ലൈനിൽ സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ബാക്ക്ലാഷ് 2024 ആരംഭിക്കുന്നത് ബ്ലഡ് ലൈൻ വേഴ്സസ് കെവിൻ ഓവൻസ്, റാൻഡി ഓർട്ടൺ തുടങ്ങിയവരുടെ ടാഗ് ടീം മത്സരത്തോട് കൂടിയിട്ടാണ്. ഈ 4 റെസ്ലേഴ്സും റിങ്ങിലേക്ക് എത്തിയതിന് ശേഷം ഇവരുടെ ഫൈറ്റ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇവർ വലിയൊരു കൂട്ട അടിയിലേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ ആ 4 റെസ്ലേഴ്സിനെ പിടിച്ചു മാറ്റാൻ വേണ്ടി മാച്ച് ഒഫീഷ്യൽസ്, അതുപോലെ തന്നെ റെഫറീസ്, സെക്യൂരിറ്റീസൊക്കെ വരുന്നുണ്ട്. അവർക്കൊന്നും ഈ 4 റെസ്ലേഴ്സിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. അവിടേക്ക് സ്മാക്ഡൗൺ ജനറൽ മാനേജറായ നിക്ക് ഓൾഡിസ് കയറി വന്നുകൊണ്ട് ഈ ഒരു ടാഗ് ടീം മത്സരം സ്ട്രീറ്റ് ഫൈറ്റ് മത്സരമായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നു. പിന്നീട് ആ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. മത്സരം സ്ട്രീറ്റ് ഫൈറ്റ് ആണെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇവർ കാണികളുടെ ഇടയിൽ പോയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. മത്സരത്തിൻ്റെ ഒരു 3/4% മത്സരം കൺട്രോൾ ചെയ്തത് കെവിൻ ഓവൻസ്, റാൻഡി ഓർട്ടൺ തുടങ്ങിയവരുടെ ടീമാണ്. അവസാന കുറച്ച് മിനിറ്റുകളിൽ മാത്രമാണ് ഈ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിന് കുറച്ച് ആധിപത്യം മത്സരത്തിൽ കിട്ടിയത്. അങ്ങനെ അവർ ക്രൗഡിൻ്റെ ഇടയിൽ പോയി ഫൈറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് തിരികെ റിങ്ങിലേക്ക് വരുന്നു. റിങ്ങിൽ അവർ കമൻട്രി ടേബിൾ ആർക്കിയോ ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോർമൽ ടേബിൾ 3 തവണ ബ്രേക്ക് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. സ്റ്റീൽ ചെയർ, കെൻഡോ സ്റ്റിക്ക്, ട്രാഷ് ക്യാന് തുടങ്ങിയ വെപ്പൺസും അവർ യൂസ് ചെയ്യുന്നുണ്ട്. മത്സരം വളരെ ഫണ്ണായിരുന്നു. അങ്ങനെ മത്സരത്തിൻ്റെ ഒരു അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കെവിൻ ഓവൻസ് ടമ ടോങ്കയ്ക്കെതിരെ ഒരു ബ്രെയിൻ ബസ്റ്റർ, അതായത് ടോപ്പ് റോപ്പിൻ്റെ മുകളിൽ നിന്ന് ഒരു ബ്രെയിൻ ബസ്റ്റർ താഴെയുള്ള ചെയറിലേക്ക് ചെയ്യുന്നുണ്ട്. വളരെ റിസ്ക് നിറഞ്ഞ ഒരു മൂവായിരുന്നു. അത് കൃത്യമായി കെവിൻ ഓവൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു മൂവ് ചെയ്തതിന് ശേഷം കെവിൻ ഓവൻസ് ടമ ടോങ്കയെ പിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തെ പിൻഫോളിലേക്ക് എത്തുന്നതിന് മുൻപ് റഫറിയുടെ കാല് ആരോ പിടിച്ചു വലിച്ചിടുന്നതാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. പെട്ടെന്ന് തന്നെ അത് ആരാണെന്നുള്ളത് ക്യാമറയിൽ അവർ റിവീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ കമൻറ്റേറ്റേഴ്സ് അത് ആരാണെന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ടമ ടോങ്കയുടെ സഹോദരനായ ടാങ്ക ലോവ എന്ന് പറയുന്ന റെസ്ലർ ആയിരുന്നു അത്. അപ്പോൾ ടാങ്ക ലോവ എന്ന് പറയുന്ന റെസ്ലറിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ പറയുന്ന ടമ ടോങ്കയുമായി ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൽ ഗോഡ് എന്ന്, അതായത് ഗറില്ലാസ് ഓഫ് ഡെസ്റ്റിനി എന്ന ടാഗ് ടീമിലൂടെ IWGP ടാഗ് ടീം ചാമ്പ്യൻഷിപ്പൊക്കെ 7 തവണ വിജയിച്ചിട്ടുള്ള ഒരു റെസ്ലറാണ്. കൂടാതെ ബുള്ളറ്റ് ക്ലബിലെ ഒരു മെമ്പറാണ്. ഈ അവസാന നിമിഷം വരെ ടമ ടോങ്കയുടെ കൂടെ ഒരു പാർട്ണറായിട്ട് അദ്ദേഹം ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് സോളോ സിക്കോവയുടെ പുതിയ ബ്ലഡ് ലൈനിൽ ജോയിൻ ചെയ്യാനും ഈ മത്സരത്തിൽ ബ്ലഡ് ലൈനെ സഹായിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ഇൻ്റർഫിയറൻസ് നടത്തിയത്. പിന്നീട് അദ്ദേഹം ആ ഒരു സ്റ്റീൽ സ്റ്റെപ്പ് ഉപയോഗിച്ച് റാൻഡി ഓർട്ടനെയും കെവിൻ ഓവൻസിനെയും ആക്രമിക്കുന്നു. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് സമോവൻ സ്പൈക്കൊക്കെ ഇട്ട് സോളോ സിക്കോവ മത്സരത്തിൽ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരശേഷം ഇവരെ ഇനി ആക്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പോൾ ഹേമൻ ഇങ്ങനെ കെവിൻ ഓവൻസിനെ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് സോളോ സിക്കോവ ദേഷ്യപ്പെട്ട് പോൾ ഹേമനോട് ഇവിടെ വന്ന് നിൽക്കാനും ആ ബ്ലഡ് ലൈൻ്റെ സിമ്പിൾ കൈ ഉയർത്തിപ്പിടിക്കാനും പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ആ ഒരു ഭാഗം അവസാനിക്കുന്നതാണ് നമുക്ക് ബാക്ക്ലാഷ് 2024 കാണാൻ സാധിച്ചത്. അപ്പോൾ സോളോ സിക്കോവയ്ക്ക് കീഴിൽ പുതിയ ഒരു ബ്ലഡ് ലൈൻ വരുന്നു എന്നുള്ളതിൻ്റെ സൂചന, അല്ലെങ്കിൽ പുതിയ ബ്ലഡ് ലൈനിൽ പുതിയ മെമ്പേഴ്സ് എന്നുള്ളതിൻ്റെ വലിയൊരു സൂചനയാണ് അവർ അവിടെ നൽകിയിട്ടുള്ളത്. ടമ ടോങ്കയിലൂടെ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൽ നിന്ന് ഇനിയും സൂപ്പർ സ്റ്റാർസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാവരും കാത്തിരുന്നിട്ടുണ്ടായിരുന്നു ജാക്കബ് ഫാറ്റു എന്ന റെസ്ലറുടെ ഒരു ഡെബ്യൂവിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ജാക്കബ് ഫാറ്റുവിൻ്റെ ഡെബ്യൂ അല്ല നമുക്ക് കാണാൻ സാധിച്ചത്, ടാങ്ക ലോവയുടെ ഒരു ഡെബ്യൂ ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത് കൂടാതെ ഇനിയും ബ്ലഡ് ലൈനിലേക്ക് കൂടുതൽ മെമ്പേഴ്സ് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.